ജനങ്ങളെ ഇടവ സമൂഹത്തെ ഒന്നിച്ചു നിർത്തുന്നതിനും സ്നേഹത്തിൽ ഒന്നിച്ചു നിർത്തുന്നതിനും കൂട്ടായ്മയിൽ കൊണ്ടുപോകുന്നതിനും അച്ഛൻ നടത്തുന്ന ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ ഒരു 4-5 പേരുടെ പേര് എടുക്കണമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. ഇവിടെ വിചാരിച്ച് പറഞ്ഞു ഒരു കാരണവശാലും പറ്റത്തില്ല, അപേക്ഷകൾ കഴിച്ച് ഏറ്റവും നന്നായി കൃത്യനിശ്ചിതയോടുകൂടി നല്ല കർഷകരെ കണ്ടെത്തണമെന്ന് ഞങ്ങൾ പുറത്തുനിന്നുള്ള ഒരു ഇടയിൽ ഒരാളെ കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ ഒരു റിട്ടയർഡ് കൃഷി ഓഫീസറെ തന്നെ കൊണ്ടുപോകുന്നതെല്ലാം നന്നായിട്ട് കൃഷി ചെയ്യുന്നതും കാണുവാൻ വേണ്ടി സാധിച്ചു. അതുപോലെ ഏറ്റവും നന്നായി തന്നെ ചെയ്ത എല്ലാ കർഷകരെയും ഞങ്ങൾ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക. ആഘോഷങ്ങളെ കുറിച്ച് പറയുന്നില്ല, ഏത് കൃഷി ഏത് പുതിയ സംരംഭങ്ങൾ വരുമ്പോഴും ഏറ്റവും ആദ്യം കൃഷി ഇങ്ങനെയുള്ള ആദരിക്കേണ്ടത് വ്യക്തിക്കൊണ്ടാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഇതിന് നേതൃത്വം കൊടുത്ത കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധികൾക്കും കൈകാര്യമാർക്കും ഇടവകയിലെ എല്ലാ ഭക്ത സംഘടനകളുടെ പ്രതിനിധികൾക്കും കൂടാതെ ഇടവകയിലെ ദൈവജനത്തിന്റെ അകവഴിഞ്ഞ സഹകരണത്തിനും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഈ കർഷക ദിനത്തിന്റെ മംഗളങ്ങൾ നേരുന്നു. സമുദായ ശാക്തീകരണ വർഷത്തിൽ നിങ്ങളെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, ആദരിക്കുന്നു, സ്നേഹിക്കുന്നു. നിങ്ങളുടെ കാർഷിക മേഖലകളിൽ ഇനിയും വളർച്ചയുണ്ടാകട്ടെ. സാമ്പത്തിക പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും ഉണ്ടാകുമ്പോഴും കൃഷി മേഖലകളിൽ ഉണ്ടാകുന്ന തളർച്ചയും അപ്രകാരമുള്ള വിശുദ്ധരെ അനുകരിക്കാൻ പ്രാർത്ഥിക്കാനൊക്കെ കുട്ടികൾ സാധിക്കും. അതുകൊണ്ടാണ് കർഷക വേഷങ്ങളിൽ ഇവിടെ വ്യത്യസ്തങ്ങളായ നമ്മൾ അവരുടെ ചിന്തകൾ ശ്രദ്ധിക്കണം. ചില പേരൻസ് അവരുടെ മക്കളെ എങ്ങനെയാണ് ഒരുക്കി ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ള വിഷയം. അതുകൊണ്ട് നമ്മൾ ജഡ്ജസ് പോലും പുറത്തുനിന്ന് നമ്മളിവിടെ ക്രമീകരിച്ചാണ് കൊണ്ടത്. അത്രമാത്രം സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നടത്തുന്നത്. ഇവിടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഞാൻ എല്ലാ വിജയാശംസകളും നേരിടുന്നത്. 60 കുട്ടികൾ ഒരുങ്ങി ഈ മഴയത്ത് പോലും അവരുടെ പേരൻസ് ത്യാഗത്തോടെ കൊണ്ടുവന്നിട്ട് നല്ലൊരു കൈ വെച്ച് നമുക്ക് അവരെ അഭിനന്ദിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആത്യന്തികമായി എല്ലാവരും കർഷകരാണ്. നമ്മുടെ കുടുംബങ്ങളെല്ലാം കർഷക കുടുംബത്തിലുള്ളതാണ്. നമ്മുടെ മാതാപിതാക്കളെല്ലാം കർഷകരെ. കൃഷി നമ്മുടെ ഉപയോഗമാർഗം മാത്രമല്ല, നമ്മുടെ മനസ്സിന്റെ ഒരു സന്തോഷം കൂടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത് കാർഷിക വൃത്തിയിലുള്ള വേർപ്പിന്റെ ഒരു ഗുണമാണ്. തീർച്ചയായും ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നു. തീർച്ചയായും കാർഷിക വൃത്തി ഇന്ന് ഇവിടെ ആദരിക്കപ്പെടുന്ന വ്യക്തികളെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം അവരുടെ എല്ലാ തോട്ടങ്ങൾ 14 പേര് അപേക്ഷ തന്നപ്പോൾ ആ 14 പേരുടെയും ഇടങ്ങളിൽ ഞങ്ങൾ നേരിട്ട് പോയി കാണാൻ സാധിച്ചു. എനിക്ക് അത്ഭുതം തോന്നി. ഓരോ ആൾക്കാരുടെ കൃഷികളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എനിക്ക് പറമ്പുണ്ടായിട്ട് കാര്യമില്ല, അവരെ പോലെ കൃഷി ചെയ്യാൻ അറിയില്ല. അപ്പൊ അതുകൊണ്ട് വളരെയധികം നമ്മുടെ മണിപ്പാറ ഇടവകയിലെ ഈ 5 പേരല്ല, 5 പേര് കേവലം മാത്രമാണ് നമ്മുടെ വേദിയിലിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പ്രത്യേകം ഞാൻ അനുമോദിക്കുന്നു. നമ്മൾ 5 കർഷകരെ തെരഞ്ഞെടുത്ത് ആദരിക്കുക.
പ്രിയ ബഹുമാനപ്പെട്ട ജയിച്ച ഇന്നത്തെ യോഗത്തിന്റെ ഏറ്റവും വിശിഷ്ട വ്യക്തിത്വമായ കർഷക സുഹൃത്തുക്കളെ, എല്ലാ കർഷകർക്കും അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. അപ്പൊ ഇന്ന് 11 മണിക്ക് നമ്മുടെ പഞ്ചായത്തിൽ വെച്ച് കർഷക ദിനാചരണം നടക്കുന്നുണ്ട് പഞ്ചായത്തിന്റെ. അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു. കൃഷി ലീഗിന്റെ പ്രസിഡന്റ് ഇപ്പോൾ മാവിൻ തൈ നൽകുന്നതാണ്. പ്രസിഡന്റ് ഇപ്പോൾ നൽകുന്നതായിരിക്കും. ഇടവകയുടെ ആദരവായ മെമന്റോ ഇപ്പോൾ നൽകുന്നു. ഇടവകയുടെ സമാനമായ മെമന്റോ ജോർജ് വട്ടത്തിന്റെയും പെട്ടെന്ന് സ്റ്റേജിൽ വാർത്തകൾ വരാൻ ശ്രമിക്കും. ജോർജ് ബിജു കണ്ണസാറിനെ, ലിയോൺ ഫ്രാൻസിസ് വിലിസ് കോയിക്കൽ, ജോയൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാം സ്റ്റേജിലേക്ക് വരിക. മിഖായിൽ ഡിയാൻ ഡെന്നീസ്, കെസിയ തെരേസ ബിജു മാതാണ്ട്,